everyone, welcome back to Success Academy's YouTube channel. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിന്ദു ന്യൂസ് പേപ്പറിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. Our first word is reprieve. It means pardon. അതായത് നമ്മൾ അവരെ വെറുതെ വിടുക എന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ പാർഡൺ ചെയ്യുക അല്ലെങ്കിൽ സ്പെയർ ചെയ്യുക എന്നൊക്കെ പറയില്ല. അവരെന്ത് കുറ്റകൃത്യം ചെയ്തിട്ടാണെങ്കിലും നമ്മൾ അവരെ വെറുതെ വിടുക എന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. അതിൻ്റെ സിനോണിംസ് നോക്കുകയാണെങ്കിലോ സ്പെയർ ആൻഡ് അക്വിറ്റ്. അപ്പോൾ ആൻറ്റോണിം എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ്. നമ്മൾ വെറുതെ വിടാതെ അവർക്കെതിരെ ചാർജ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആയിരിക്കും ആൻറ്റോണിമിൽ വരിക. അപ്പോൾ ആൻറ്റോണിം നോക്കുകയാണെങ്കിൽ ചാർജ്. നമ്മൾ സെൻറ്റൻസിലോട്ട് പോകുമ്പോൾ അണ്ടർ ദ ന്യൂ റെജിം പ്രിസണേഴ്സ് അണ്ടർ സെൻറ്റൻസ് ഓഫ് ഡെത്ത് വെയർ റിപ്രീവ്ഡ്. അതായത് പുതിയ ഗവൺമെൻറ് വന്നതോടുകൂടെ ആളുകൾ, അതായത് വധശിക്ഷയ്ക്കൊക്കെ വിധിച്ച ആളുകളെ കുറ്റവിമുക്തരാക്കി അല്ലെങ്കിൽ വെറുതെ വിട്ടു എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. And it is a verb. ഇനി നമുക്ക് നെക്സ്റ്റ് വേർഡ് നോക്കാം. ഇറ്റ് ഈസ് യൂട്ടിലിറ്റേറിയൻ. ഇറ്റ് മീൻസ് പ്രാക്ടിക്കൽ. അതായത് വളരെയധികം പ്രാക്ടിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫങ്ഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിനാണ് നമ്മളിവിടെ മീൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ സിനോണിംസ് നോക്കുകയാണെങ്കിൽ ഫങ്ഷണൽ ആൻഡ് സർവീസബിൾ. അപ്പോൾ ആൻറ്റോണിം എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ്, ഡെക്കറേറ്റീവ്. നമ്മൾ സെൻറ്റൻസിലോട്ട് പോകുമ്പോൾ ഐ വെൻറ്റ് ഇൻസൈഡ് എ യൂട്ടിലിറ്റേറിയൻ ബിൽഡിംഗ്. ഞാനൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്ത് ചെയ്തു, ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സർവീസബിൾ ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിലോട്ട് പോയി എന്നാണ് മീൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ആൻ അഡ്ജക്റ്റീവ്. ഇനി നമുക്ക് നെക്സ്റ്റ് വേർഡ് നോക്കാം. ഇറ്റ് ഈസ് ക്രെഡിബിലിറ്റി. ഇറ്റ് മീൻസ് പ്ലോസിബിലിറ്റി. അതായത് നമുക്ക് ബിലീവ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. നമുക്ക് ബിലീവ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം, അങ്ങനെ ഒരു മീനിങ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ സിനോണിംസ് നോക്കുകയാണെങ്കിൽ ബിലീവബിലിറ്റി ആൻഡ് ആക്സെപ്റ്റബിലിറ്റി. അപ്പോൾ ആൻറ്റോണിം എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ്, ഇംപ്ലോസിബിലിറ്റി. അതായത് നമുക്ക് ബിലീവ് ചെയ്യാൻ പറ്റാത്തത്, നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്, അങ്ങനെ ഒരു മീനിങ് ആയിരിക്കും വരുന്നുണ്ടാവുക. നമ്മൾ സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ ദ ബുക്സ് അനക്ഡോട്ട്സ് ഹാവ് സ്കാൻഡ് റിഗാർഡ് ഫോർ ക്രെഡിബിലിറ്റി. അതായത് ആ ബുക്കിൻ്റെ ഉപകഥകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇൻസൈഡ് പാർട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അത് വിശ്വാസത്തിന് അത്ര യോഗ്യമല്ല എന്നാണ് മീൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ആൻ നൗൺ. നമുക്ക് നെക്സ്റ്റ് വേർഡ് നോക്കാം. ഇറ്റ് ഈസ് മാലിൻ. ഇറ്റ് മീൻസ് ഡിഫെയിം. അതായത് നമ്മൾ ആരെങ്കിലും ഡിഫെയിം ചെയ്യുക, മോശമാക്കുക. നമ്മൾ ആരെങ്കിലും മോശമായ രീതിയിൽ സംസാരിക്കുക ആരെക്കുറിച്ചെങ്കിലും, അങ്ങനെ ഒരു മീനിങ് ആണ് വരുന്നത്. ഡിഫെയിം ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. അപ്പോൾ സിനോണിംസ് എന്തൊക്കെയായിരിക്കും? സ്ലാൻഡർ ആൻഡ് ലൈബൽ. അപ്പോൾ ആൻറ്റോണിം എന്തായിരിക്കും? നമ്മൾ അവരെ പ്രേസ് ചെയ്യുക, അവരെ കോംപ്ലിമെൻറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ആൻറ്റോണിമിൽ വരിക. അപ്പോൾ ആൻറ്റോണിം നോക്കുകയാണെങ്കിൽ പ്രേസ്. നമ്മൾ സെൻറ്റൻസിലോട്ട് പോകുമ്പോൾ ഹീ ഈസ് ട്രൈങ് ടു മാലിൻ ഹെർ ഈവൺ ഇൻ മൈ പ്രസൻസ്. എൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ഞാൻ അവിടെ ഉണ്ടായിട്ട് പോലും അദ്ദേഹം എന്ത് ചെയ്യുന്നു, അവരെക്കുറിച്ച് ഡിഫെയിം ചെയ്യുന്നു, മോശമായ രീതിയിൽ സംസാരിക്കുന്നു എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ വെർബ്. നമുക്ക് നെക്സ്റ്റ് വേർഡ് നോക്കാം. ഇറ്റ് ഈസ് അവേർഷൻ. ഇറ്റ് മീൻസ് ഡിസ്ഇൻക്ലിനേഷൻ. അതായത് ആരെക്കുറിച്ചെങ്കിലും ഹേറ്റ്രഡ്, ഒരു വെറുപ്പ് ഉണ്ടാവുക എന്നുള്ളൊരു രീതിയാണ് ഇവിടെ വരുന്നത്. നമ്മൾ ആരെക്കുറിച്ചെങ്കിലും വളരെയധികം വെറുപ്പ് ഉണ്ടാവുക എന്നുള്ളൊരു മീനിങ്. അപ്പോൾ സിനോണിംസ് നോക്കുകയാണെങ്കിൽ അബോറൻസ് ആൻഡ് ഹേറ്റ്രഡ്. അപ്പോൾ ആൻറ്റോണിം എന്തായിരിക്കും? നമ്മൾ അവരെ ഇഷ്ടപ്പെടുക, ലവ് അല്ലെങ്കിൽ ലൈക്ക് എന്നൊക്കെയുള്ള ഒരു മീനിങ് ആയിരിക്കും ആൻറ്റോണിമിൽ വരിക. അപ്പോൾ ആൻറ്റോണിം നോക്കുകയാണെങ്കിൽ ലൈക്കിങ്. നമ്മൾ സെൻറ്റൻസിലോട്ട് പോകുമ്പോൾ ദേ മേഡ് പ്ലെയിൻ ദെയർ അവേർഷൻ ടു ദ യൂസ് ഓഫ് ഫോഴ്സ്. അതായത് നമ്മൾ ബലപ്രയോഗത്തിനോട് അവർക്ക് താല്പര്യം ഇല്ല എന്ന് അവർ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുക, ബലപ്രയോഗത്തിനോട് അവർക്ക് വെറുപ്പാണ് എന്ന് അവർ പറയുന്നുണ്ട് എന്നാണ് ഈ സെൻറ്റൻസ് മീൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ നൗൺ. നമുക്ക് നെക്സ്റ്റ് വേർഡ് നോക്കാം. ഇറ്റ് ഈസ് പ്രീപോസ്റ്ററസ്. ഇറ്റ് മീൻസ് അബ്സേർഡ്. അതായത് നമ്മൾ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ ഫൂളിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക, ഇല്ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക, അങ്ങനെ ഒരു മീനിങ് ആണ് വരുന്നത്. ഇപ്പോൾ സിനോണിംസ് നോക്കുകയാണെങ്കിൽ റിഡിക്കുലസ് ആൻഡ് ഫൂളിഷ് ആയിട്ട് അല്ലെങ്കിൽ ഒട്ടും റീസണബിൾ അല്ലാത്ത രീതിയിൽ ഇല്ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാമെന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ആൻറ്റോണിം എന്തായിരിക്കും? ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക, റീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക, അങ്ങനെയുള്ളതായിരിക്കും ആൻറ്റോണിമിൽ വരിക. അപ്പോൾ ആൻറ്റോണിം നോക്കുകയാണെങ്കിൽ റീസണബിൾ. നമ്മൾ സെൻറ്റൻസിലോട്ട് പോകുമ്പോൾ ഹി ഗേവ് മീ എ പ്രീപോസ്റ്ററസ്
സജഷൻ, അതായത് അവരെനിക്ക് തന്ന സജഷൻ അല്ലെങ്കിൽ അദ്ദേഹം എനിക്ക് തന്ന സജഷൻ എന്തായിരുന്നു? ഇൻഅപ്രോപ്രിയേറ്റ് ആയിരുന്നു അല്ലെങ്കിൽ ഇല്ലോജിക്കൽ ആയിരുന്നു എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ആൻ എഡ്ജക്റ്റീവ്. നമുക്ക് നെക്സ്റ്റ് വേർഡ് നോക്കാം. ഇറ്റ് ഈസ് ബെയർ. ഇറ്റ് മീൻസ് മിയർ. അതായത് വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള, വലിയ അധികം ബെറ്റർ ആയിട്ടുള്ളതൊന്നും അല്ല, വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള എന്നൊരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ സിനോണിംസ് നോക്കുകയാണെങ്കിൽ നോ ബെറ്റർ ദാൻ ആൻഡ് സിമ്പിൾ. അപ്പോൾ ആൻറ്റോണിം എന്തായിരിക്കും? കംഫർട്ടബിൾ. നമ്മൾ സെൻറ്റൻസിലോട്ട് പോകുമ്പോൾ ഓൾ യു നീഡ് ടു ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദിസ് പ്രോഗ്രാം ഈസ് എ ബെയർ 10K ബൈറ്റ്സ് ഓഫ് മെമ്മറി. അതായത് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആകെ വേണ്ടത് എന്താണ്? അല്ലെങ്കിൽ ആകെ വേണ്ടത് സിമ്പിൾ ആയിട്ടുള്ള ഒരു 10K ബൈറ്റ്സിൻ്റെ മെമ്മറി മാത്രമാണ് നിങ്ങൾക്ക് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടത് എന്നാണ് ഈ സെൻറ്റൻസ് മീൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ആൻ എഡ്ജക്റ്റീവ്. ഇനി നമുക്ക് നെക്സ്റ്റ് വേർഡ് നോക്കാം. ഇറ്റ് ഈസ് മീഗർ. ഇറ്റ് മീൻസ് തിൻ. അതായത് വളരെയധികം തിന്നായിട്ടുള്ള, ലീൻ ആയിട്ടുള്ള, മെലിഞ്ഞിരിക്കുന്ന എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. അപ്പോൾ സിനോണിംസ് നോക്കുകയാണെങ്കിൽ തിൻ ആസ് എ റേക്ക് ആൻഡ് ലീൻ. അപ്പോൾ ആൻറ്റോണിം എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു മെലിഞ്ഞതാണ് സിനോണിം എന്ന് വരുമ്പോൾ ആൻറ്റോണിം എന്തായിരിക്കും? ഫാറ്റ് എന്നുള്ളൊരു മീനിങ് ആയിരിക്കും ആൻറ്റോണിം വരിക. അപ്പോൾ ആൻറ്റോണിം നോക്കുകയാണെങ്കിൽ ഫാറ്റ്. നമ്മൾ സെൻറ്റൻസിലോട്ട് പോകുമ്പോൾ ഹീ ഈസ് എ ടോൾ മീഗോ മാൻ. അതായത് അദ്ദേഹം ഒരു വളരെയധികം ടോൾ ആയിട്ടുള്ള, നീളത്തിലുള്ള മെലിഞ്ഞ മനുഷ്യനായിരുന്നു എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ആൻ എഡ്ജക്റ്റീവ്. ഇനി നമുക്ക് നെക്സ്റ്റ് വേർഡ് നോക്കാം. ഇറ്റ് ഈസ് ഫ്ലാഗ്. ഇറ്റ് മീൻസ് ടയർ. അതായത് നമ്മൾ വളരെയധികം വീക്കൻ ആവുക, എനർജിയൊക്കെ വളരെയധികം ലോസ് ആയിട്ട് വളരെയധികം വീക്കൻ ആയിട്ടുള്ള ഒരു അവസ്ഥ, അല്ലെങ്കിൽ വളരെയധികം ടയേർഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ സിനോണിംസ് നോക്കുകയാണെങ്കിൽ വീക്കൻ ആൻഡ് ഫാൾട്ടർ. അപ്പോൾ ആൻറ്റോണിം എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ്, എനർജറ്റിക് ആയിട്ടുള്ളത് എന്നുള്ളൊരു മീനിങ് വരുന്ന റിവൈവ്. നമ്മൾ സെൻറ്റൻസിലോട്ട് പോകുമ്പോൾ ഇഫ് യു ബിഗിൻ ടു ഫ്ലാഗ് ദെയർ ഈസ് ആൻ എക്സലൻറ്റ് കഫേ ടു റിവൈവ് യു. അതായത് നിങ്ങൾക്ക് ടയേർഡ്നെസ് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ടയേർഡ് ആവുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും എനർജറ്റിക് ആവാൻ നല്ലൊരു കഫേ ഉണ്ട് എന്നുള്ളൊരു മീനിങ് ആണ് ഈ സെൻറ്റൻസ് വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ വേർബ്. ഇനി നമുക്ക് നെക്സ്റ്റ് വേർഡ് നോക്കാം. ഇറ്റ് ഈസ് prudent. It means wise. അതായത് വളരെയധികം വൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽ ജഡ്ജ്ഡ് എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ജഡ്ജ്മെൻ്റ് ഉള്ള, കറക്റ്റ് ആയിട്ട് വളരെയധികം വൈസ് ആയിട്ടുള്ള എന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. സിനോണിംസ് നോക്കുകയാണെങ്കിൽ വെൽ ജഡ്ജ്ഡ് ആൻഡ് ജുഡീഷ്യസ്. അപ്പോൾ ആൻറ്റോണിം എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ്, അൺവൈസ്. സെൻറ്റൻസിലോട്ട് പോകുമ്പോൾ ഷീ എഗ്രീഡ് ഇറ്റ് ഹാഡ് ബീൻ prudent ടു വാൺ ഹെർ. അതായത് അവരെ വാൺ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്, വൈസായിട്ടുള്ളൊരു ഡിസിഷൻ ആണ് എന്നാണ്, അല്ലെങ്കിൽ വൈസായിട്ടുള്ളൊരു ഡിസിഷൻ ആണ് എന്ന് അവർ എഗ്രി ചെയ്യുന്നുണ്ട്. അതായത് അവരെ വാൺ ചെയ്യുന്ന കാര്യം വളരെയധികം വൈസാണ് എന്ന് അവർ എഗ്രി ചെയ്യുന്നുണ്ട് എന്നാണ് ഈ സെൻറ്റൻസ് മീൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ആൻ അഡ്ജക്റ്റീവ്. അപ്പോൾ ഇന്നത്തെ വേർഡ്സ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.